ദേവര നമ്മുടെ ജൂനിയർ എൻ ടി ആറിൻ്റെ ഏറ്റവും പുതിയ സിനിമ. കൊരട്ടാല ശിവയാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ നമ്മുടെ ഓഫ് നമ്മുടെ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഓ, ഇത് മലക്കോട്ടെ വാലുമ്പ് സെയ്ഫ് അലി ഖാൻ. പ്രകാശ് രാജിൻ്റെ സൗണ്ടാണ്. കൊരട്ടാല ശിവ. ഓ മൈ ഗോഡ്. വോയിസ് മോഡുലേഷൻ ജൂനിയർ എൻ ടി ആറിൻ്റെ വേറെ മോഡാണ്. ഒറിജിനൽ കേട്ട് കഴിഞ്ഞാൽ ജാൻവി കപൂർ ഡബിൾ റോളാണോ? ചിരി കത്തിയ, പക്ഷേ കൊള്ളാം. അതാരെ? പ്രകാശ്. ദേവര. ഒമ്പോ, ഇതിൻ്റെ ടെക്നീഷ്യൻസ് മൊത്തവും രാജമൗലിയുടെ ടീമാണല്ലോ. ശ്രീപ്രസാദ്, എനിക്ക് തോന്നുന്നു അവരുടെ ആ ടീം തന്നെയാണ് തോന്നുന്നത്. ഇത് ആക്ച്വലി ഈ പടത്തെ ട്രെയിലറിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇത് ആദ്യം അല്ലു അർജുനെ വെച്ച് ഒരു പ്ലാൻ ചെയ്ത പടമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ A21 എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ഫസ്റ്റ് ലുക്ക് പോലെ, ഒരു കൺസെപ്റ്റ് പോലെ അവർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, പുഷ്പയൊക്കെ റിലീസാകുന്നതിന് മുമ്പ്. പിന്നെ പുഷ്പയൊക്കെ വന്ന് ഇവരുടെ ഡേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് പിന്നീട് അത് NTRന് വേണ്ടിയിട്ട് മാറ്റി ചെയ്ത സിനിമയാണിതെന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അതിലും ഇതുപോലത്തെ ഒരു കടൽ ബേസ്ഡ് കഥയായിരുന്നു അല്ലു അർജുന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് എനിക്ക് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ ട്രെയിലർ ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. എടുത്തു പറയേണ്ടത് വിഷ്വൽ ആൻഡ് മ്യൂസിക് പിന്നെ ഒന്നും പറയാനില്ല. നമ്മുടെ അനിരുദ്ധാണ്. പാട്ടുകൾ, ഇതിൻ്റെ റിലീസായ പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് എല്ലാം എനിക്ക് തോന്നുന്നു ഭയങ്കര ഹിറ്റായിരുന്നു പാട്ടുകളെല്ലാം. ട്രെയിലറിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് പറയാനുള്ളത് കൊരട്ടാല ശിവ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, അദ്ദേഹം കൊമേഴ്ഷ്യൽ സിനിമകൾക്കകത്ത് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ് എപ്പോഴും കൊണ്ടുവരാറുണ്ട്. ഈ സിനിമയിലും അങ്ങനത്തെ ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ജൂനിയർ എൻ ടി ആറിൻ്റെ സ്റ്റാർട്ടം വരുന്ന ഒരു മാസ് മസാല പടം മാത്രമായി മാറും. എനിക്ക് തോന്നുന്നൊരു വേൾഡ് അവർ ബിൽഡ് ചെയ്ത് നമ്മുടെ പുഷ്പയിലൊക്കെ കാണുന്ന പോലെ ഒരു ഇമാജിനറി വേൾഡ് ആകാം ചിലപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്നൊരു കഥ. പിന്നെ ഇതൊരു 2 പാർട്ട് മൂവിയാണ്. ഇപ്പോഴത്തെ സിനിമകൾ കാണുന്ന പോലെ ക്ലൈമാക്സിലൊരു സാധനം സെക്കൻഡിൽ ഞങ്ങൾ ബാക്കി പറയാമെന്നും പറഞ്ഞ് വിടുന്ന പോലെയല്ല. ഇത് കൺസ്യൂം ചെയ്തിരിക്കുന്നത് ഒരു 2 പാർട്ട് മൂവി പോലെയാണ്. അത്രയും എന്തോ വലിയ കഥയാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തു ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടാവും, ഇത് ഫസ്റ്റ് പാർട്ടാണെന്നും പറഞ്ഞ്. എനിക്ക് പക്ഷേ ആ ക്യാരക്ടറിലൊരു കൺഫ്യൂഷൻ വന്നത് ഡബിൾ റോൾ ആണോ അതോ അങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. പിന്നീട് എന്താ പറയാനുള്ളത്, പിന്നെ നമ്മുടെ
ജൂനിയർ NTR. RRRന് ശേഷം നമ്മുടെ രാം ചരണും ജൂനിയർ NTRും ഓഫ് കോഴ്സ് പാൻ വേൾഡ് സ്റ്റാർസ് ആയിരിക്കുകയാണ്. അപ്പം അവരുടെ ഒരു സ്റ്റാർഡം അതിനനുസരിച്ചുള്ള പടങ്ങൾ വേണം. അപ്പം ഇതും എനിക്ക് തോന്നുന്നു RRRന് ശേഷം ജൂനിയർ NTRൻ്റെ ഒരു പടമാണ്. അപ്പം അത് ഭയങ്കര ഭയങ്കര വലുതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ സെയ്ഫ് അലി ഖാനുണ്ട്, ജാൻവി കപൂറുണ്ട്. ഇവരൊക്കെ ഒരു നോർത്ത് സൈഡിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ പടത്തിൻ്റെ ഒരു ചുമ്മാ നമ്മുടെ RRRനകത്ത് ആലിയ ഭട്ടിനെ കൊണ്ടുവരുന്നതിനോ അതുപോലെ ആകാതെ ഒരു ക്യാരക്ടറായിട്ട് ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. റീച്ചിന് വേണ്ടി മാത്രം എന്നാൽ പിന്നെ ഒരു നോർത്തിൽ നിന്ന് ഒരാളിരിക്കട്ടെ എന്ന് അങ്ങനെ വരാതിരിക്കട്ടെ. ഓഫ് കോഴ്സ് ഇതൊരു ജൂനിയർ NTR പടമാകുമ്പോൾ അതിൻ്റേതായ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ട്രെയിലർ കൊള്ളാം. ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു മാസ്സായിട്ട് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വിഷ്വൽ സൈഡും ആൻഡ് VFX. കോയിൻസിഡൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ടലിനകത്തും ക്ലൈമാക്സ് ട്രെയിലറിൻ്റെ അവസാനം ഒരു സ്രാവ് ചാടുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കൊണ്ടലിനെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഏതായാലും സിനിമ വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വലിയൊരു വിജയമായി തീരട്ടെ. എന്ന് വെച്ചാൽ ഇത് കുറേ വർഷമായിട്ട് അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു പടമാണ്. കൊള്ളാം. കൊരട്ടാല ശിവയിലൊരു പ്രതീക്ഷയുണ്ട്, അത് ആ ഒരു സാധനം അവർ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.